തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ തിരിച്ചെടുക്കും. ലാലി ജെയിംസ് KPCCക്ക് മാപ്പ് എഴുതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച നേതാവാണ് ലാലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങിയാണ് മേയർ സ്ഥാനം ഡോക്ടർ നിജി ജസ്റ്റിന് നൽകിയത് എന്ന് ലാലി ആരോപിച്ചിരുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പണം ചോദിച്ചു എന്നായിരുന്നു ലാലി ജോസഫിന്റെ മറ്റൊരു ആരോപണം. അതേസമയം പാർട്ടിയോട് മാപ്പ് പറഞ്ഞുവെന്ന് ലാലി ജെയിംസ് പ്രതികരിച്ചു. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനൊപ്പം കോൺഗ്രസിനായി പ്രവർത്തിക്കുമെന്ന് ലാലി ജെയിംസ് പറഞ്ഞു. ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പോലും മാപ്പ് പറയാൻ തയ്യാറായി നിന്ന കെ കരുണാകരൻ്റെ മണ്ണാണിത്, അല്ലേ? അപ്പോൾ ആ ലീഡർ കെ കരുണാകരനെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കേവലം 2 മാസം 3 മാസം സസ്പെൻഷനിലായിരുന്ന ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ അന്നത്തെ പ്രസ്താവന മൂലം ഏതെങ്കിലും നേതാക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇവിടെ രാജൻ ജെ പല്ലൻ കഴിഞ്ഞ 25 വർഷം കൗൺസിലറായിരുന്ന ഒരാൾ, മേയറായിരുന്ന ഒരാൾ, പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ, ധാരാളം വികസനങ്ങൾ കൊണ്ടുവന്ന ഒരാൾ. അദ്ദേഹം ഞാനും വളരെ ഒരു സാഹോദര്യ സ്നേഹത്തിൽ മുന്നോട്ട് പോരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ റോളും നിർവഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിന് യാതൊരു പ്രസക്തിയില്ല. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഉൾപ്പെട്ടിരുന്നു. എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള കത്താണ് ഞാൻ അതിൽ, അതായത് പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ ഉണ്ടായിട്ടുള്ള, മനസ്സിലായിട്ടില്ലേ? അപ്പം ആ ഒരു അവമതിപ്പ്, ആ വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്. ഇനി കൂടുതൽ ചോദ്യങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് അല്ലേ, ആ അവമതിപ്പ് ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു.